ഡിയർ സ്റ്റുഡൻസ്, +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യപ്രവർത്തനങ്ങൾ. എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ തൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഥവാ മനുഷ്യപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡൂയിങ് ബിസിനസ്, കച്ചവടം ചെയ്യുന്നത്, ഫാമിംഗ്, കൃഷി ചെയ്യുന്നത്, ടീച്ചിങ്, കുക്കിംഗ്, പാചകം ചെയ്യുന്നത്, ഹെൽപ്പിംഗ് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനെ സഹായിക്കുന്നത്, അതുപോലെ സ്റ്റഡിങ്, പഠിക്കുന്നത്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. കാരണം ഇതൊക്കെ ഒരാളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നും, സെക്കൻഡ് വൺ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഫോർ ലിവ്ലിഹുഡ്. പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപജീവനത്തിനോ വേണ്ടി. എന്തൊക്കെയാണ്? പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി, അല്ലെ? ഇത്തരം ലക്ഷ്യത്തോടെ ആളുകൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ ഗോസ് ടു സ്കൂൾ, ഒരു ടീച്ചർ സ്കൂളിൽ പോകുന്നത്. എ ഡോക്ടർ ടു ഹിസ് ക്ലിനിക്, ഒരു ഡോക്ടർ ആശുപത്രിയിൽ പോകുന്നത്. എ മാനേജർ ടു ഹിസ് ഓഫീസ്, ഒരു മാനേജർ ഓഫീസിൽ പോകുന്നത്. എ വർക്കർ ടു ഫാക്ടറി, ഒരു തൊഴിലാളി ഫാക്ടറിയിൽ പോകുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്? ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ലക്ഷ്യം എന്ന് പറയുന്നത് ഏർണിംഗ് മണി, അതായത് പണം സമ്പാദിക്കുക എന്നതാണ്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. എന്താണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ആക്ടിവിറ്റീസ് ഡൺ ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ചാരിറ്റി, റിലീജിയൻ ഓർ സോഷ്യൽ സർവീസ് വിത്തൗട്ട് പ്രോഫിറ്റ് മോട്ടീവ്. സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയോ ദാനധർമ്മത്തിനോ മതപ്രവർത്തനത്തിനോ വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിനായി പണമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഹൗസ് വൈഫ് കുക്കിംഗ് ഫോർ ദ ഫാമിലി, ഒരു വീട്ടമ്മ ഭക്ഷണം പാകം ചെയ്യുന്നത്. പീപ്പിൾ ടേക്കിംഗ് പാർട്ട് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. എ മാൻ വിസിറ്റ് ടു ടെമ്പിൾ, അമ്പലത്തിലോ മറ്റ് പ്രാർത്ഥന സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അതുപോലെ എ മാൻ സോഷ്യൽ ആക്ടിവിറ്റീസ് ടു അസിസ്റ്റ് ദ പുവർ, പാവങ്ങളെ അല്ലെങ്കിൽ ഈ വയ്യാത്ത ആളുകളെയൊക്കെ സഹായിക്കുന്നത് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. കാരണം ഇവിടെ പണത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ ചാരിറ്റി, റിലീജിയൻ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. ഫസ്റ്റ് വൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും സെക്കൻഡ് വൺ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. ഇനി വീണ്ടും ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ബിസിനസ്, സെക്കൻഡ് വൺ പ്രൊഫഷൻ ആൻഡ് തേർഡ് വൺ എംപ്ലോയ്മെന്റ്. ഇനി നമുക്ക് ബിസിനസ് എന്താണെന്ന് നോക്കാം. Business refers to an occupation in which people regularly engage in activities related to purchase, production and sale of goods and services with a view to earn profit. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷൻ ആണ്, ഒരു തൊഴിലാണ്. അതിൽ ആളുകൾ റെഗുലർലി എൻഗേജ്, സ്ഥിരമായി ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടുന്നുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഏർപ്പെടുന്നത്? സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്, വിൽപ്പനയും നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്, ലാഭം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, പ്രൊഫഷൻ. Profession refers to an occupation which requires specialized knowledge, skill and training. Those engaged in professions are known as professionals. പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷൻ ആണ്, ഒരു തൊഴിലാണ്. ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ട്? സ്പെഷ്യലൈസ്ഡ് നോളജ്, പ്രത്യേക അറിവ് ആവശ്യമുണ്ട്, സ്കില്ല്, വൈദഗ്ധ്യം ആവശ്യമുണ്ട്, ആൻഡ് ട്രെയിനിങ്, പരിശീലനവും ആവശ്യമായിട്ടുണ്ട്. ഇത്തരം പ്രൊഫഷനിൽ ഏർപ്പെടുന്ന വ്യക്തികളെ പ്രൊഫഷണൽസ് എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടന്റ്, ലോയേഴ്സ് ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? പ്രൊഫഷന് എക്സാമ്പിളാണ്. കാരണം ഇത്തരം തൊഴിലുകൾക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമായിട്ടുണ്ട്, സ്കിൽ ആവശ്യമായിട്ടുണ്ട്, ട്രെയിനിങ്ങും ആവശ്യമായി വരുന്നുണ്ട്. നെക്സ്റ്റ്, എംപ്ലോയ്മെന്റ്. Employment is an occupation in which people engage in some work for others regularly and get salary or wages in return of their services. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. അതിൽ ആളുകൾ മറ്റുള്ളവർക്കായി റെഗുലർലി, പതിവായി ചില ജോലികൾ ചെയ്യുകയും അതിൻ്റെ പ്രതിഫലമായി, അതായത് അവർ ചെയ്തു കൊടുത്ത സേവനങ്ങൾക്ക് സാലറി ആയിട്ടോ വേജസ് ആയിട്ടോ, അതായത് ശമ്പളമായിട്ടോ കൂലിയായിട്ടോ ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള തൊഴിലുകളെയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓഫീസേഴ്സ്, ക്ലർക്ക്, ഫാക്ടറി വർക്കേഴ്സ്, ഗവൺമെന്റ് സെർവൻറ്റ്സ് ഇവരൊക്കെ എംപ്ലോയ്മെന്റിന് ഉദാഹരണമാണ്. ഇവിടെ ഈ ടേബിളിൽ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നിവയെ 8 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ കമ്പാരിസൺ അഥവാ താരതമ്യം ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തേത് നോക്കാം. കമൻസ്മെന്റ്, ആരംഭം. ഒരു ബിസിനസ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഡിസിഷൻ ഓഫ് ഓൺട്രപ്രണർ, അതായത് ബിസിനസ് തുടങ്ങുന്നയാളുടെ തീരുമാനത്തിലൂടെയാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നത്. ഇവിടെ പ്രത്യേക യോഗ്യതയൊന്നും ആവശ്യമായിട്ടില്ല.
ഇനി അടുത്തത് പ്രൊഫഷൻ. ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അംഗത്വം ലഭിച്ചാൽ മാത്രമേ ഒരു പ്രൊഫഷൻ ആരംഭിക്കാനാവൂ. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കൗൺസിൽ, ബാർ കൗൺസിൽ എന്നിവ പോലുള്ളവ. ഇനി അടുത്തത് എംപ്ലോയ്മെന്റ്. ഒരു എംപ്ലോയ്മെന്റ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആവശ്യമായിട്ടുണ്ട്. അതായത് എംപ്ലോയർ നൽകുന്ന, തൊഴിലുടമ നൽകുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോഴാണ് എംപ്ലോയ്മെന്റ് ജോലി ആരംഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. നാച്ചർ ഓഫ് വർക്ക്, വർക്കിന്റെ സ്വഭാവം. ആദ്യം നമുക്ക് ബിസിനസിന്റെ നാച്ചർ നോക്കാം. പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ലാഭത്തിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ ഉൽപാദനം ചെയ്യുകയോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. ഇനി പ്രൊഫഷൻ, റെൻഡറിംഗ് എക്സ്പേർട്ട് സർവീസ്, വിദഗ്ധ സേവനങ്ങൾ നൽകുന്നു. അതായത് ഈ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് ഒക്കെ നൽകുന്നത് പോലുള്ള വിദഗ്ധ സേവനം, എക്സ്പേർട്ട് സർവീസ് നൽകുന്നു. ഇനി എംപ്ലോയ്മെന്റ്, പെർഫോമിംഗ് ദ ജോബ് അസൈൻഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ തൊഴിലുടമ നൽകുന്ന ജോലി എംപ്ലോയി ജീവനക്കാർ ചെയ്തു കൊടുക്കുന്നു. മൂന്നാമത്തേത് ക്വാളിഫിക്കേഷൻ, യോഗ്യത. ഒരു ബിസിനസിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? നോ മിനിമം ക്വാളിഫിക്കേഷൻ. ഒരു മിനിമം ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെ? പ്രത്യേകിച്ച് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും നിർബന്ധമില്ല, ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി പ്രൊഫഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഒരു പ്രൊഫഷന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അതായത് ഒരു ഡോക്ടർക്ക് MBBS വേണം, അതുപോലെ തന്നെ ഒരു ലോയർക്ക് LLB പാസ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ ട്രെയിനിങ്ങും ഒരു പ്രൊഫഷന് ആവശ്യമാണ്. ഇനി എംപ്ലോയ്മെന്റ്, പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ. ഒരു എംപ്ലോയർ, തൊഴിലുടമ നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ വേണ്ടത്. നാലാമത്തേത് ക്യാപിറ്റൽ, മൂലധനം. ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ നാച്ചർ, സ്വഭാവവും സൈസ്, വലിപ്പത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം തീരുമാനിക്കുന്നത്. അതായത് ഒരു വലിയ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നതെങ്കിൽ വലിയ അളവിലുള്ള ക്യാപിറ്റലും, ഒരു ചെറിയ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നതെങ്കിൽ ചെറിയ അളവിലുള്ള ക്യാപിറ്റലും ആവശ്യമായിട്ട് വരും. മാത്രമല്ല ഒരു ബിസിനസിന്റെ നാച്ചർ അനുസരിച്ചും ക്യാപിറ്റലിൽ വ്യത്യാസം വരാം. പ്രൊഫഷൻ, ലിമിറ്റഡ് ക്യാപിറ്റൽ. സാധാരണയായി കുറഞ്ഞ ക്യാപിറ്റൽ മാത്രം മതി ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതായത് ഒരു ലോയർക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് തുടങ്ങാൻ വേണ്ടി ലിമിറ്റഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ആ പ്രൊഫഷൻ തുടങ്ങാൻ പറ്റും. എംപ്ലോയ്മെന്റ്, നോ ക്യാപിറ്റൽ. ഇവിടെ മൂലധനം തീരെ ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം എംപ്ലോയർ, ഉടമസ്ഥൻ ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയിക്ക്, അതായത് ജീവനക്കാർക്ക് അവർക്ക് ജോലി ചെയ്യുന്നതിനായിട്ട് വീണ്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അഞ്ചാമത്തേത് റിസ്ക്, നഷ്ടസാധ്യത. ബിസിനസ്സിലെ റിസ്ക് എങ്ങനെയാണ്? ഹൈ റിസ്ക്, ഉയർന്ന റിസ്ക് ആണ്. ബിസിനസ് ആയതുകൊണ്ട് തന്നെ അവിടെ ലാഭം കിട്ടാനോ കിട്ടാതിരിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ റിസ്ക് ഹൈ ആണ്. ഇനി പ്രൊഫഷൻ, ലെസ് റിസ്ക്, കുറഞ്ഞ റിസ്ക് ആണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ സർവീസ് അഥവാ സേവനം നൽകിയാൽ ഫീസ് ലഭിക്കും, സേവനം നൽകിയില്ലെങ്കിലോ ഫീസ് ലഭിക്കില്ല. അതായത് ബിസിനസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റിസ്ക് എന്താണ്? ലെസ് ആണ്, കുറവാണ്. ഇനി എംപ്ലോയ്മെന്റ്, നോ റിസ്ക്. ഇവിടെ എന്താണ്? റിസ്കേ ഇല്ല. കാരണം ഇവിടെ ജീവനക്കാർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ റിസ്ക് എന്ന ഫാക്ടർ ഇല്ല. ആറാമത്തേത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുമോ എന്നതൊക്കെയാണ്. ബിസിനസ്സിൽ എങ്ങനെയാണ്? അതിന് ഉടമസ്ഥാവകാശം നമുക്ക് എന്താണ്? മറ്റൊരാൾക്ക് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റും, പോസിബിൾ ആണ്, ഇവിടെ സാധ്യമാണ്. ഇനി പ്രൊഫഷൻ ആണെങ്കിലോ നോട്ട് പോസിബിൾ, പറ്റില്ല. കാരണം അതൊരു വ്യക്തിയെ ആശ്രയിച്ചുള്ള ഒരു സർവീസ് ആണ്. അതായത് ഒരാൾ പഠിച്ചു നേടിയ ഡിഗ്രി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ? ഇനി എംപ്ലോയ്മെന്റ്, നോട്ട് പോസിബിൾ. ഇവിടെയും എന്താണ്? പറ്റില്ല. അതായത് ഒരാൾക്ക് കിട്ടിയ ജോലിക്ക് വേറൊരാൾ വർക്ക് ചെയ്യാൻ എന്നത് അവിടുത്തെ ഓണർ സമ്മതിക്കില്ല. ഏഴാമത്തേത് ഒബ്ജക്റ്റീവ് ഓർ റിട്ടേൺ, ലക്ഷ്യവും അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് ലഭിക്കുന്നതും. ബിസിനസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്, ലാഭമാണ്. പ്രൊഫഷനിലൂടെ ലഭിക്കുന്നത് ഫീസ് ആണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിലൂടെ ലഭിക്കുന്നത് സാലറി അല്ലെങ്കിൽ വേജസ്, സാലറി ഓർ വേജസ്. എട്ടാമത്തേത് കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടങ്ങൾ. ബിസിനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് പെരുമാറ്റച്ചട്ടങ്ങളൊന്നും ഇല്ല, നോ കോഡ് ഓഫ് കണ്ടക്ട്. പ്രൊഫഷൻ, ലേ ഡൗൺ ബൈ ദ പ്രൊഫഷണൽ ബോഡി. അവർ മെമ്പർഷിപ്പ് എടുത്ത പ്രൊഫഷണൽ ബോഡിയുടെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എംപ്ലോയ്മെന്റ്, ലേ ഡൗൺ ബൈ ദ എംപ്ലോയർ. എംപ്ലോയറുടെ, തൊഴിലുടമയുടെ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഈ എംപ്ലോയീസ്, ജീവനക്കാർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അടുത്തത് നമ്മൾ നോക്കുന്നത് ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ബിസിനസ് ആക്ടിവിറ്റീസിനെ ഇൻഡസ്ട്രി, വ്യവസായം എന്നും കൊമേഴ്സ്, വാണിജ്യം എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി അഥവാ വ്യവസായം. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇക്കണോമിക് ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഇസ് കോൾഡ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്ത് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്? കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അസംസ്കൃത വസ്തുക്കളെ, അതായത് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ്, ഒരു പുതിയ ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനെയാണ് ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഷുഗർ ഇൻഡസ്ട്രി നോക്കാം. ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഷുഗർ കെയിനിൽ നിന്ന്, അതായത് കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്, കരിമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് അഥവാ പുതിയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഷുഗർ, പഞ്ചസാരയാണ്. അതായത് ഈ റോ മെറ്റീരിയൽസിൽ നിന്നും, അസംസ്കൃത വസ്തുക്കളിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ്, ഒരു പുതിയ ഉൽപ്പന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയെ, വ്യവസായത്തെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. ആദ്യം നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി അഥവാ പ്രാഥമിക വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഈ പ്രൈമറി ഇൻഡസ്ട്രി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുടെ ശേഖരണം.
അതായത് ഈ കടലിൽ പോയി മീൻ പിടിക്കുന്നത്, കൃഷി ചെയ്യുന്നത്, കൽക്കരി കുഴിച്ചെടുക്കുന്നത് ഇതുപോലുള്ളവയൊക്കെ. ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം, ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യുൽപാദനവും വികസനവും. അതായത് ഫിഷ് ഹാച്ചറി, മീൻ വളർത്തുന്നത്, പോൾട്രി ഫാമിംഗ്, കോഴി വളർത്തുന്നത്, കാറ്റിൽ ബ്രീഡിംഗ്, പശുക്കളെ വളർത്തുന്നത് ഇതുപോലുള്ളവ. അടുത്തത് സെക്കൻഡറി ഇൻഡസ്ട്രി അഥവാ ദ്വിതീയ വ്യവസായങ്ങൾ. uses materials extracted at primary industries, processes materials to produce goods for final consumption. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്നല്ലേ. ഈ പ്രൈമറി ഇൻഡസ്ട്രിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വീണ്ടും പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡറി ഇൻഡസ്ട്രി അഥവാ ദ്വിതീയ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് ടേഴ്ഷറി ഇൻഡസ്ട്രി അഥവാ തൃതീയ വ്യവസായങ്ങൾ. എന്താണ് ടേഴ്ഷറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? പ്രൊവൈഡിംഗ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ഇറ്റ് ഇൻക്ലൂഡ് ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, വെയർഹൌസിംഗ് എക്സെട്ര. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി ഇൻഡസ്ട്രീസ് പ്രാഥമിക വ്യവസായങ്ങൾക്കും സെക്കൻഡറി ഇൻഡസ്ട്രീസ് ദ്വിതീയ വ്യവസായങ്ങൾക്കും സപ്പോർട്ട് അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്ന വ്യവസായങ്ങളാണ് ടേഴ്ഷറി ഇൻഡസ്ട്രി അഥവാ തൃതീയ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഇൻക്ലൂഡ് ട്രാൻസ്പോർട്ട്, ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയങ്ങൾ, വെയർഹൌസിംഗ് എക്സെട്ര. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇൻഡസ്ട്രിയെ മൂന്നായി ക്ലാസിഫൈ ചെയ്തുവെന്ന്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേഴ്ഷറി ഇൻഡസ്ട്രി. ഇനി പ്രൈമറി ഇൻഡസ്ട്രിയെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി അഥവാ പ്രകൃതിജന്യ വ്യവസായങ്ങൾ ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രി, ജനിതക വ്യവസായങ്ങൾ എന്നും. ആദ്യം നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി അഥവാ പ്രകൃതിജന്യ വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. എക്സ്ട്രാക്ട് ഓർ ഡ്രോ പ്രൊഡക്ട്സ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് അഥവാ പ്രകൃതിജന്യ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫാമിംഗ്, കൃഷി ചെയ്യുന്നത്, ഫിഷിംഗ്, മീൻ പിടിക്കുന്നത്, മൈനിങ്, കൽക്കരി, സ്വർണം പോലുള്ളവ ഖനനം ചെയ്യുന്നത്, ഹണ്ടിങ്, വേട്ടയാടുന്നത്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി അഥവാ പ്രകൃതിജന്യ വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ജനറ്റിക് ഇൻഡസ്ട്രി അഥവാ ജനിതക വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. engaged in breeding and development of plants and animals. പ്ലാന്റ്സ് സസ്യങ്ങളുടെയും ആനിമൽസ് മൃഗങ്ങളുടെയും പരിപാലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളെയാണ് ജെനറ്റിക് ഇൻഡസ്ട്രീസ് അഥവാ ജനിതക വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പോൾട്രി ഫാംസ്, കോഴികളെ വളർത്തുന്നത്, ഫിഷ് ഹാച്ചറി, മീൻ വളർത്തുന്നത്, കാറ്റിൽ ബ്രീഡിംഗ്, പശുക്കളെ വളർത്തുന്നത്, നഴ്സറീസ്, സസ്യപരിപാലന സ്ഥലം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ജെനറ്റിക് ഇൻഡസ്ട്രീസ് അഥവാ ജനിതക വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അഥവാ ഉൽപാദന വ്യവസായങ്ങൾ. സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അഥവാ നിർമ്മാണാത്മക വ്യവസായങ്ങൾ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അഥവാ ഉൽപാദന വ്യവസായം എന്താണെന്ന് നോക്കാം. These are concerned with the conversion of raw materials into finished goods. Raw materials, അസംസ്കൃത വസ്തുക്കളെ ഫിനിഷ്ഡ് ഗുഡ്സ്, ഒരു പുതിയ ഉൽപ്പന്നമാക്കി മാറ്റുന്ന വ്യവസായങ്ങളെയാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അഥവാ ഉൽപാദന വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോട്ടൺ ഇൻടു ടെക്സ്റ്റൈൽസ്, പഞ്ഞിയിൽ നിന്നും തുണിത്തരങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. ടിംബർ ഇൻടു ഫർണിച്ചർ, മരത്തടിയിൽ നിന്നും ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നത്, ചെയർ, ടേബിൾ പോലുള്ള ഫർണിച്ചേഴ്സ് നിർമ്മിക്കുന്നത്. അയൺ ഇൻടു സ്റ്റീൽ, ഇരുമ്പിൽ നിന്നും ഉരുക്ക് നിർമ്മിക്കുന്നത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് അഥവാ ഉൽപാദന വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. എഗെയിൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ നാലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, വിഘടന വ്യവസായങ്ങൾ, സിന്തറ്റിക് ഇൻഡസ്ട്രി, സംയോജിത വ്യവസായങ്ങൾ, പ്രോസസിംഗ് ഇൻഡസ്ട്രി, പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾ, അസംബ്ലിംഗ് ഇൻഡസ്ട്രി, സംയോജന വ്യവസായങ്ങൾ എന്നിങ്ങനെ നാലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം അനലിറ്റിക്കൽ ഇൻഡസ്ട്രി അഥവാ വിഘടന വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. സെപ്പറേറ്റ്സ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽസ്. പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൽ നിന്നും പല എലമെന്റ്സ് ഘടകങ്ങളാക്കി വേർതിരിച്ചെടുക്കുന്ന വ്യവസായങ്ങളെയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി അഥവാ വിഘടന വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓയിൽ റിഫൈനറി, എണ്ണ ശുദ്ധീകരണശാല, അതായത് ക്രൂഡ് ഓയിലൊക്കെ ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ, കെറോസിൻ പോലുള്ളവ നിർമ്മിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ആയിരിക്കും. അതിലെ ഡിഫറെന്റ് എലമെന്റ്സ്, പല ഘടകങ്ങളാണ് പെട്രോൾ, ഡീസൽ, കെറോസിൻ എന്നുള്ളത്. അടുത്തത് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി അഥവാ സംയോജിത വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. കമ്പൈൻസ് വാരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എ ന്യൂ പ്രോഡക്റ്റ്. പല ഘടകങ്ങളെ അല്ലെങ്കിൽ ചേരുവകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്ന വ്യവസായങ്ങളെയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി അഥവാ സംയോജിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സിമെന്റ്. ഈ സിമെന്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? പല ഇൻഗ്രീഡിയൻസ് അതിലുണ്ടായിരിക്കും അല്ലേ. സിലിക്ക സിമെന്റിന് കൂടുതൽ ശക്തി നൽകുന്നതിന്, അലുമിന സിമെന്റ് പെട്ടെന്ന് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട്, അയൺ ഓക്സൈഡ് സിമെന്റിന് കളർ നൽകാൻ വേണ്ടിയിട്ട്. അപ്പം വാരിയസ് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് ഈ സിമെന്റ് എന്ന ഒരു ന്യൂ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള വ്യവസായങ്ങളെയാണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി അഥവാ സംയോജിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പ്രോസസിംഗ് ഇൻഡസ്ട്രി അഥവാ പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. ഗോ ത്രൂ സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിംഗ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളെ പലതരം പ്രക്രിയകളിലൂടെ ഒരു പൂർണ്ണ ഉൽപ്പന്നമാക്കി മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ ഷുഗർ, പഞ്ചസാര എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ആദ്യം നമ്മൾ ഷുഗർ കെയിൻ കളക്ട് ചെയ്യും, കരിമ്പ് കളക്ട് ചെയ്യും, അതിൽ നിന്നും അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യും, അതിനെ ബാഷ്പീകരിക്കും. അങ്ങനെ പല പ്രക്രിയകളിലൂടെയാണ് അവസാനം പഞ്ചസാര ഉണ്ടാവുന്നത്.
ഇനി നമുക്ക് പേപ്പർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. നമ്മൾ വുഡ്, മരം അല്ലെങ്കിൽ ബാമ്പു, മുളയിൽ നിന്നും അതിന്റെ പൾപ്പ് കളക്ട് ചെയ്യുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, ബ്ലീച്ച് ചെയ്യുന്നു, അതിൽ നിന്നും ഷീറ്റ് ഫോം ചെയ്യുന്നു, പിന്നെ അത് ഡ്രൈ ചെയ്യുന്നു. അങ്ങനെ പല പല പ്രക്രിയകളിലൂടെയാണ് ഒരു പേപ്പർ നിർമ്മിക്കുന്നത്, കടലാസ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രോസസിംഗ് ഇൻഡസ്ട്രി അഥവാ പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് അസംബ്ലിംഗ് ഇൻഡസ്ട്രി അഥവാ സംയോജന വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. അസംബിൾസ് ഡിഫറെന്റ് കോമ്പോണൻസ് ഓർ പാർട്സ് ടു മേക്ക് എ ന്യൂ പ്രോഡക്റ്റ്. പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന വ്യവസായങ്ങളെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി അഥവാ സംയോജന വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ടി വി നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? സ്ക്രീൻ, സ്പീക്കർ, വയർ, റിമോട്ട് സിസ്റ്റം, സർക്യൂട്ട് ബോർഡ്, ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാർ നിർമ്മിക്കണമെങ്കിലോ എഞ്ചിൻ, ടയർ, ബാറ്ററി, സീറ്റ്, ഗ്ലാസ്, ലൈറ്റ്, ഇതൊക്കെ ആവശ്യമാണ്. ഇനി ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലോ മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU, മദർ ബോർഡ്, റാം, ഹാർഡ് ഡിസ്ക്, ഇങ്ങനെ ഒരുപാട് കോമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കോമ്പോണൻസ് അല്ലെങ്കിൽ പാർട്ട് കൂട്ടിച്ചേർത്ത് ഒരു ന്യൂ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന വ്യവസായങ്ങളെയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി അഥവാ സംയോജന വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സെക്കൻഡറി ഇൻഡസ്ട്രിയെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. അതിൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അഥവാ നിർമ്മാണാത്മക വ്യവസായങ്ങൾ എന്താണെന്ന് നോക്കാം. ഇൻവോൾവ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ്, ഡാംസ്, റോഡ്, ബ്രിഡ്ജ്, എക്സെട്ര. കെട്ടിടങ്ങൾ, ഡാമുകൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളെയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അഥവാ നിർമ്മാണാത്മക വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ടേഴ്ഷറി ഇൻഡസ്ട്രി അഥവാ തൃതീയ വ്യവസായങ്ങൾ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേഴ്ഷറി ഇൻഡസ്ട്രി. ടേഴ്ഷറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും നൽകുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്ന ഇൻഡസ്ട്രിയെയാണ് ടേഴ്ഷറി ഇൻഡസ്ട്രി അഥവാ തൃതീയ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ സപ്പോർട്ട്, എന്തൊക്കെ സേവനങ്ങളാണ് ടേഴ്ഷറി ഇൻഡസ്ട്രി പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും നൽകുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് ട്രാൻസ്പോർട്ട്, ഗതാഗതം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയങ്ങൾ, വെയർ ഹൗസിംഗ്, ഇത്തരത്തിലുള്ള സപ്പോർട്ടും സേവനങ്ങളുമാണ് ടേഴ്ഷറി ഇൻഡസ്ട്രി നൽകുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും. ഇൻഡസ്ട്രി എന്താണെന്നും അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് കൊമേഴ്സ്, വാണിജ്യം എന്താണെന്ന് നോക്കാം. കൊമേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് പേഴ്സൺ, പ്ലേസ് ആൻഡ് ടൈം ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്. കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കമ്മോഡിറ്റീസ്, സാധനങ്ങൾ അല്ലെങ്കിൽ ചരക്കുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നേരിടുന്ന ഹിൻഡ്രൻസസ്, തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങളെ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സം ടോട്ടൽ, ആകത്തുകയെയാണ് നമ്മൾ കൊമേഴ്സ് അഥവാ വാണിജ്യം എന്ന് പറയുന്നത്. കൊമേഴ്സ് അഥവാ വാണിജ്യത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുകയാണ്: ട്രേഡ്, കച്ചവടം എന്നും ഓക്സിലറി ടു ട്രേഡ്, കച്ചവട സഹായ സേവനങ്ങൾ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രേഡ് അഥവാ കച്ചവടം എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ എയിം ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ട്രേഡ് അഥവാ കച്ചവടം എന്ന് പറയുന്നത്. ഇനി ഓക്സിലറി ടു ട്രേഡ് എന്താണ്? ഓക്സിലറി ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഫെസിലിറ്റേറ്റ് ആൻഡ് മേക്ക് ട്രേഡ് മോർ എഫിഷ്യൻറ്റ്. ട്രേഡ്, വ്യാപാരം കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന സേവനങ്ങളെയും പ്രവർത്തനങ്ങളെയുമാണ് ഓക്സിലറി ടു ട്രേഡ് അഥവാ കച്ചവട സഹായ സേവനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ എയിം ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ട്രേഡ് അഥവാ കച്ചവടം എന്ന് പറയുന്നത്. ട്രേഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുകയാണ്: ഇന്റേണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും. ഇന്റേണൽ ട്രേഡിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുകയാണ് ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുകയാണ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഓൺ റിപ്പോ. ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഇതിന്റെ മറ്റു പേരുകളാണ് ഹോം ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ്. ആഭ്യന്തര കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്, ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകളും വിൽപ്പനയുമാണ് ഹോം ട്രേഡ് അല്ലെങ്കിൽ ഇന്റേണൽ ട്രേഡ്, അതും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഡൽഹിയിൽ നിർമ്മിച്ച ഒരു മൊബൈൽ ഫോൺ മുംബൈയിൽ വിൽപ്പന നടത്തുന്നത്, ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റേണൽ ട്രേഡിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്? ഡൽഹി എന്ന് പറയുന്നതും മുംബൈ എന്ന് പറയുന്നതും ഒരു രാജ്യത്തിന്റെ അകത്തുള്ള സ്ഥലങ്ങളാണല്ലേ. അതായത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ അകത്തുള്ള രണ്ട് പ്ലേസുകളാണ് ഡൽഹി എന്ന് പറയുന്നതും മുംബൈ എന്ന് പറയുന്നതും. അതായത് ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ട്രേഡിനെ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ ട്രേഡ് എന്ന് പറയാം. ഇന്റേണൽ ട്രേഡിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡ് എന്നും. ആദ്യം നമുക്ക് ഹോൾസെയിൽ ട്രേഡ് അഥവാ മൊത്ത കച്ചവടം എന്താണെന്ന് നോക്കാം. ബൈയിങ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് സെല്ലിംഗ് ദം ടു റീറ്റെയിലേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. പ്രൊഡ്യൂസേഴ്സിൽ നിന്നും, ഉൽപ്പാദകരിൽ നിന്നും ലാർജ് ക്വാണ്ടിറ്റീസിൽ, വൻതോതിൽ സാധനങ്ങൾ വാങ്ങുകയും അത് റീറ്റെയിലേഴ്സിന്, അതായത് ചില്ലറ വ്യാപാരികൾക്ക് സ്മോൾ ക്വാണ്ടിറ്റീസിൽ, കുറഞ്ഞ അളവിൽ അവ വിൽക്കുകയും ചെയ്യുന്ന കച്ചവടത്തെയാണ് ഹോൾസെയിൽ ട്രേഡ് അഥവാ മൊത്ത കച്ചവടം എന്ന് പറയുന്നത്. ഇനി റീറ്റെയിൽ ട്രേഡ് അഥവാ ചില്ലറ കച്ചവടം എന്താണെന്ന് നോക്കാം. ബൈയിങ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് ആൻഡ് സെല്ലിംഗ് ദം ടു കൺസ്യൂമേഴ്സ് ഇൻ റിലേറ്റീവ്ലി സ്മോളർ ക്വാണ്ടിറ്റീസ്.
ഹോൾസെയിലേഴ്സിൽ നിന്നും അതായത് മൊത്ത വ്യാപാരികളിൽ നിന്നും സ്മോൾ ക്വാണ്ടിറ്റീസിൽ കുറഞ്ഞ അളവിൽ സാധനങ്ങൾ വാങ്ങി താരതമ്യേന കുറഞ്ഞ അളവിൽ തന്നെ കൺസ്യൂമേഴ്സിന് ഉപഭോക്താക്കൾക്ക് വിൽക്കുകയും ചെയ്യുന്ന കച്ചവടത്തെയാണ് റീറ്റെയിൽ ട്രേഡ് അഥവാ ചില്ലറ കച്ചവടം എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ്, അതുമല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര കച്ചവടം. എന്താണ് അന്താരാഷ്ട്ര കച്ചവടം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ട്രേഡ് എമംഗ് ഡിഫറെന്റ് നാഷൻസ്. ഒന്നിലധികം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെയാണ് അന്താരാഷ്ട്ര വ്യാപാരം അഥവാ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയാം. ഇനി നമുക്ക് ഇന്റർനാഷണൽ ട്രേഡിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഇമ്പോർട്ട് ഇറക്കുമതി, എക്സ്പോർട്ട് കയറ്റുമതി, ഓൺ ട്രിപ്പോ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയുള്ള ഇറക്കുമതി. ആദ്യം നമുക്ക് ഇമ്പോർട്ട് എന്താണെന്ന് നോക്കാം. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി ടു ദ ഹോം കൺട്രി. മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. സോൾഡ് ഗുഡ്സ് ടു എ ഫോറിൻ കൺട്രി ഫ്രം ദ ഹോം കൺട്രി. വിദേശ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫ്രം എ ഫോറിൻ കൺട്രി ടു എക്സ്പോർട്ട് ദം ടു അതർ കൺട്രീസ്. ഒരു രാജ്യത്ത് നിന്നും സാധനങ്ങൾ വാങ്ങി മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിനെയാണ് ഓൺ ട്രിപ്പോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറയാം. ഇന്ത്യ അമേരിക്കയിലേക്ക് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനെ എക്സ്പോർട്ട് എന്നും പറയാം. ഇനി ഇന്ത്യ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അത് അമേരിക്കയിലേക്ക് വിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓൺ ട്രിപ്പോ എന്നും പറയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊമേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ട്രേഡ് എന്നും ഓക്സിലറി ടു ട്രേഡ് എന്നും. ട്രേഡ് എന്ന് വെച്ചാൽ കച്ചവടം, ഓക്സിലറി ടു ട്രേഡ് എന്ന് വെച്ചാൽ കച്ചവട സഹായ സേവനങ്ങൾ, അതായത് കച്ചവടം കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളെയുമാണ് ഓക്സിലറി ടു ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഓക്സിലറി ടു ട്രേഡിന്റെ മറ്റൊരു പേരാണ് എയ്ഡ്സ് ടു ട്രേഡ്. അപ്പോൾ എന്തൊക്കെയാണ് കച്ചവടം കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന സേവനങ്ങൾ? ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ് ആൻഡ് ലാസ്റ്റ് വൺ അഡ്വർടൈസിംഗ്. ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഗതാഗതം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ഫാക്ടറീസ് ടു ദ പ്ലേസ് ഓഫ് കൺസംഷൻ. പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന സ്ഥലത്തു നിന്നും പ്ലേസ് ഓഫ് കൺസംഷൻ ഉപഭോഗ സ്ഥലത്തേക്കുള്ള സാധനങ്ങളുടെ മൂവ്മെന്റ് നീക്കത്തെ സഹായിക്കുകയാണ് ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഗതാഗതം. ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് എന്ന സ്ഥലം എന്ന ഹിൻഡ്രൻസിനെ, തടസ്സത്തെ റിമൂവ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഫോർ എക്സാമ്പിൾ, ഡൽഹിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അത് മുംബൈയിലാണ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തണമെങ്കിൽ, ആ സാധനം എത്തിക്കണമെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമുണ്ട്. അത് ചിലപ്പം ബസ് ആവാം, ട്രക്ക് ആവാം, പ്ലെയിൻ ആവാം, ലോറീസ് ആവാം, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ആവാം. നെക്സ്റ്റ്, ബാങ്കിങ്. എന്താണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? ബിസിനസ് റിക്വയർസ് ഫണ്ട്സ് ഫോർ അക്വയറിംഗ് അസറ്റ്സ്, പർച്ചേസിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ബാങ്ക്സ് പ്രൊവൈഡ് ദ നെസസറി ഫണ്ട്സ് ടു ദ ബിസിനസ്. ഒരു ബിസിനസ് ആയാൽ ഒരുപാട് പണം ആവശ്യമായിട്ട് വരില്ലേ? അതിന്റെ ഡേ ടു ഡേ എക്സ്പെൻസസ്, ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അസറ്റ് വാങ്ങാൻ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് പണം ആവശ്യമായിട്ട് വരും. ബാങ്ക് ബിസിനസ്സിന് ആവശ്യമായ പണം നൽകി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ബാങ്കിങ് സാമ്പത്തിക തടസ്സം ഒഴിവാക്കുന്നുണ്ട്. അടുത്തത് ഇൻഷുറൻസ്. ഇൻ ബിസിനസ് ദർ ആർ മെനി റിസ്ക് ലൈക്ക് destruction of property by fire, flood, earthquake, etc. ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഇൻ ഓൾ സച്ച് കേസസ്. നമുക്കറിയാം, ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് ഒരുപാട് നഷ്ട സാധ്യതകളും ഉണ്ടായേക്കാം അല്ലേ? തീപിടുത്തം ഉണ്ടായേക്കാം, വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇതുകൊണ്ടൊക്കെ നമ്മുടെ സാധനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ട സാധ്യത കുറയ്ക്കുന്നതിനാണ് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. ഇൻഷുറൻസ് റിസ്ക് എന്ന ഹിൻഡ്രൻസ്, റിസ്ക് എന്ന തടസ്സത്തെ റിമൂവ് ചെയ്യുന്നു. അടുത്തത് വെയർ ഹൗസിംഗ്, സംഭരണം. എന്താണ് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ, ദേ ആർ ടു ബി സ്റ്റോർഡ് അണ്ടിൽ ദേ ആർ സോൾഡ്. വെയർ ഹൗസിംഗ് ഹെൽപ്സ് ദ ബിസിനസ് ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ്. വെയർ ഹൗസിംഗ് അല്ലെങ്കിൽ സംഭരണശാല എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മൾ വിൽക്കുന്നില്ല അല്ലേ? ഈ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിൽക്കുന്നത് വരെ കേടുകൂടാതെ സൂക്ഷിക്കാനാണ് ഈ വെയർ ഹൗസിംഗ് അല്ലെങ്കിൽ സംഭരണശാലകൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം. വെയർ ഹൗസിംഗ് ടൈം എന്ന, സമയം എന്ന തടസ്സത്തെ റിമൂവ് ചെയ്യുന്നു. ഫൈനലി, അഡ്വർടൈസിംഗ്, പരസ്യങ്ങൾ. എന്താണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദ അവൈലബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് സച്ച് ആസ് ദെയർ പ്രൈസ്, യൂസസ്, ക്വാളിറ്റി, എക്സെട്ര. ഇറ്റ് ഇൻഡ്യൂസസ് കസ്റ്റമേഴ്സ് ടു ബൈ പെർട്ടിക്കുലർ ഐറ്റംസ്. അഡ്വർടൈസിംഗ് സാധനങ്ങളുടെ പ്രൈസ്, വില, ക്വാളിറ്റി, ഗുണമേന്മ, യൂസ്, ഉപയോഗം തുടങ്ങിയ വിവരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡ്യൂസസ് കസ്റ്റമേഴ്സ് ടു ബൈ പെർട്ടിക്കുലർ ഐറ്റംസ്. കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൽകുന്നത്. സോ ഇറ്റ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. അഡ്വർടൈസിംഗ് നോളജ്, അറിവ് എന്നുള്ള ഹിൻഡ്രൻസ്, തടസ്സത്തിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സവിശേഷതകൾ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് an economic activity for earning money or livelihood. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി, ഒരു സാമ്പത്തിക പ്രവർത്തനമാണല്ലേ? എത്തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനമാണ്? നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ പണം സമ്പാദിക്കാനുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. സെക്കൻഡ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുക, പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, സംഭരിച്ചു വെക്കുക അല്ലെങ്കിൽ വാങ്ങി വെക്കുക.
അതായത് ബിസിനസ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ മറ്റ് ഉൽപ്പാദകരിൽ നിന്നും വാങ്ങുകയോ ചെയ്യുന്നത്. ആൻഡ് തേർഡ്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ ബയർ. ബയറും സെല്ലറും വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ സെയിൽ വിൽപ്പന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് കൈമാറ്റം ഇതിൽ ഉൾപ്പെടുന്നു. Fourth, dealing in goods and services on regular basis. A single activity cannot be called business. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഡീലിങ്സ് ഇടപാടുകൾ റെഗുലർ ബേസിസിലായിരിക്കണം, സ്ഥിരമായിട്ടായിരിക്കണം. അതായത് എൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ഞാൻ വേറൊരാൾക്ക് വിറ്റു. ഇത് നമുക്ക് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയാം, പക്ഷേ ഇതൊരു ബിസിനസ് ആണോ? അല്ല. കാരണം എന്താണ്? ഞാനിത് ഒറ്റ തവണയാണ് സെയിൽ ചെയ്തത്, റെഗുലർ ആയിട്ടല്ല. എ സിംഗിൾ ആക്ടിവിറ്റി കനോട്ട് ബി കോൾഡ് ബിസിനസ്. ഒരൊറ്റ ഇടപാടിനെ ബിസിനസ്സായി പരിഗണിക്കാനാവില്ല. ഫിഫ്ത്ത്, ദ മെയിൻ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് എവറി ബിസിനസ് ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമൈസ് പ്രോഫിറ്റ്, ലാഭം വർദ്ധിപ്പിക്കുക എന്നതാണ്. സിക്സ്ത്, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് നോട്ട് ഷുവർ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് വിൽ ഗെറ്റ് ബാക്ക്. വരുമാനത്തിലുള്ള അനിശ്ചിതത്വം. നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത് ബിസിനസ്സാണ്, അവിടെ ലാഭവും ഉണ്ടായിരിക്കാം നഷ്ടവും ഉണ്ടായിരിക്കാം. സെവൻത്, എവറി ബിസിനസ് ഈസ് സറൗണ്ടഡ് വിത്ത് റിസ്ക് ഓർ അൺസർട്ടനിറ്റീസ്. ഏതൊരു ബിസിനസ് ആയിരുന്നാലും അത് റിസ്ക്, നഷ്ടസാധ്യതകളും അൺസർട്ടനിറ്റീസ്, അനിശ്ചിതത്വവും നിറഞ്ഞതായിരിക്കും. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ ലക്ഷ്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക. എവറി ബിസിനസ് മസ്റ്റ് ഏൺ എ റീസണബിൾ പ്രോഫിറ്റ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ്സ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു ബിസിനസിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഏർണിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നതാണ്. ഏതൊരു ബിസിനസ്സും അതിന്റെ സർവൈവൽ, അതിജീവനത്തിനും ഗ്രോത്ത്, വളർച്ചയ്ക്കുമായി ന്യായമായിട്ടുള്ള ലാഭം നേടിയിരിക്കണം. നെക്സ്റ്റ്, മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, വിപണിയിലെ സ്ഥാനം. ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി സസ്റ്റെയിൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ ഗുഡ് സ്റ്റാൻഡിംഗ് ഇൻ ദ മാർക്കറ്റ്. വിപണിയിൽ നല്ല സ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഫോർ ദിസ്, എ ബിസിനസ് ഷുഡ് ഓഫർ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് സെർവ് ദം ടു ദെയർ സാറ്റിസ്ഫാക്ഷൻ. ഇതിനു വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ്, മികച്ച ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് നൽകുകയും അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് സേവിക്കുകയും അല്ലെങ്കിൽ സഹായിക്കുകയും വേണം. നെക്സ്റ്റ്, ഇന്നോവേഷൻ അഥവാ നവീകരണം. ഇറ്റ് മീൻസ് ടു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ ഇൻ ടു ദ മാർക്കറ്റ്. ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ഐഡിയാസ്, പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് ഇന്നോവേഷൻ അഥവാ നവീകരണം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ന്യൂ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. ന്യൂ പ്രോഡക്ട്സ്, പുതിയ ഉൽപ്പന്നങ്ങളോ, ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, പുതിയ ഉൽപ്പാദന രീതികളോ, അതുമല്ലെങ്കിൽ ന്യൂ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, മികച്ച വിതരണ സംവിധാനമോ ആയിരിക്കാം ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത. In order to ensure survival and growth, every business must aim at greater productivity through of available resources. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഏൺ പ്രോഫിറ്റ്, ലാഭം നേടുക എന്നതാണ്. ഈ ലാഭം നേടണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി, വളരെയധികം ഉൽപ്പാദനക്ഷമത ആവശ്യമാണ്. ഒരു ബിസിനസ്സിനെ അതിൻ്റെ സർവൈവൽ, അതിജീവനത്തിനും ഗ്രോത്ത്, വളർച്ചയ്ക്കും ഉറപ്പാക്കുന്നതിന് വേണ്ടി ബിസിനസ്സിൻ്റെ ലഭ്യമായ റിസോഴ്സസ്, വിഭവങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി ഉയർന്ന ഉൽപ്പാദനക്ഷമത നേടണം. നെക്സ്റ്റ്, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഭൗതികവും സാമ്പത്തികവുമായ വിഭവങ്ങൾ. Any business requires physical resources like plant, machinery, etc. and financial resources. A business must acquire these resources according to their requirements and use them efficiently. ഏതൊരു ബിസിനസ്സിനും ഫിസിക്കൽ റിസോഴ്സസ്, ഭൗതിക വിഭവങ്ങളായിട്ടുള്ള പ്ലാന്റ്, മെഷീനറി എന്നിവയും കൂടാതെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ധനപരമായിട്ടുള്ള വിഭവങ്ങളും ആവശ്യമാണ്. ഈ റിസോഴ്സസ്, ഈ വിഭവങ്ങളൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് യൂസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്, മാനേജർമാരുടെ പ്രകടനവും വികസനവും. ബിസിനസ് നീഡ് മാനേജേഴ്സ് ടു കണ്ടക്ട് ആൻഡ് കോർഡിനേറ്റ് ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിനും നടത്തുന്നതിനും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും മാനേജർമാരെ ആവശ്യമാണ് അല്ലേ? Therefore, അതുകൊണ്ട് തന്നെ ഇംപ്രൂവ് മാനേജേഴ്സ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ്. മാനേജർമാരുടെ പെർഫോമൻസ്, പ്രകടനങ്ങളും ഡെവലപ്മെന്റ്, വികസനവും ഇംപ്രൂവ് ചെയ്യുക എന്നത് ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള വിവിധ കാര്യപരിപാടികൾ ആ ബിസിനസ് നടപ്പിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, ജീവനക്കാരുടെ പ്രകടനവും മനോഭാവവും. എവറി ബിസിനസ് മസ്റ്റ് പ്രൊവൈഡ് വർക്കേഴ്സ് വിത്ത് ഇൻസെന്റീവ്സ് ടു ഇംപ്രൂവ് ദയർ പെർഫോമൻസ്. വർക്കേഴ്സിന്റെ, ജീവനക്കാരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് വിവിധ ഇൻസെന്റീവ്സ്, ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ്. ഇറ്റ് ഷുഡ് ആൽസോ ട്രൈ ടു എൻഷ്യൂർ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫ്രം ദ വർക്കേഴ്സ്. അതുപോലെ തന്നെ അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഗുണപരമായ മനോഭാവം ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ബോണസ് നൽകുക, ഓവർ ടൈമിന് എക്സ്ട്രാ സാലറി നൽകുക, ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് നൽകുക, പ്രൊമോഷൻ നൽകുക, ഫ്രീ ഫുഡ്, ട്രാവൽ, അക്കോമഡേഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻസെന്റീവ് നൽകുന്നതിന് എക്സാമ്പിളാണ്. ആൻഡ് ലാസ്റ്റ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ ഉത്തരവാദിത്വം. എ ബിസിനസ് ഷുഡ് സോൾവ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് വർക്ക് ഇൻ എ സോഷ്യലി ഡിസൈറബിൾ മാനർ.
ബിസിനസ് സ്ഥാപനങ്ങൾ സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സൊസൈറ്റിയുടെ സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വേണം. ഫോർ എക്സാമ്പിൾ, സൊസൈറ്റിക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ പൊല്യൂഷൻ, മലിനീകരണം കൺട്രോൾ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക, പ്ലാസ്റ്റിക്കിന് പകരം ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് യൂസ് ചെയ്യുക, ലൈക്ക് പേപ്പർ ബാഗ് ഒക്കെ പോലുള്ളവ. അതുപോലെ പാവപ്പെട്ട ഫാമിലിയിലെ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ സാമൂഹ്യ ഉത്തരവാദിത്വത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ബിസിനസ് റിസ്ക്. ബിസിനസ്സിലെ നഷ്ടസാധ്യതകൾ. ഇറ്റ് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ഇനാഡ്വക്കേറ്റ് പ്രോഫിറ്റ്സ് ഓർ ഇവൻ ലോസസ് ഡ്യൂ ടു ദ അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്ടഡ് ഇവന്റ്സ്. അനിശ്ചിതമോ അപ്രതീക്ഷിതമോ ആയ സംഭവങ്ങൾ മൂലം ഒരു ബിസിനസ്സിന് വേണ്ടത്ര പ്രോഫിറ്റ് ലഭിക്കാതെ വരികയോ ലോസ് സംഭവിക്കുകയോ ചെയ്യുന്നതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഈ കോവിഡ് ഒക്കെ വന്ന ടൈമിൽ പലരുടെയും ബിസിനസ് ഒക്കെ നഷ്ടത്തിലായിരുന്നു അല്ലേ? ഇതൊരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് ആണ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുമൂലം ബിസിനസ്സിന് വേണ്ടത്ര പ്രോഫിറ്റ് ലഭിക്കാതെ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് റിസ്ക് അഥവാ ബിസിനസ്സിലെ നഷ്ടസാധ്യതകൾ എന്ന് പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ സ്വഭാവം. ഫസ്റ്റ് വൺ, ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. അനിശ്ചിതത്വങ്ങൾ കാരണം ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നു. എന്താണ് ഈ അൺസർട്ടനിറ്റീസ് എന്ന് പറഞ്ഞാൽ? അത് ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, ഫ്ലഡ്, എർത്തുക്വേക്ക്, അതുപോലുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം, ഗവൺമെന്റ് പോളിസിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ പ്രൈസ്, വിലയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവുന്നതോ ആയിരിക്കാം. ഇതൊക്കെ എന്താണ്? അനിശ്ചിതത്വങ്ങളാണ്. ഇത് കാരണം ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നു. റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. നമുക്കറിയാം, ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തുണ്ടായിരിക്കും? റിസ്ക് ഉണ്ടായിരിക്കും. ഈ റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ബിസിനസിന്റെയും ഒരു പ്രധാന ഭാഗമാണ്. ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. റിസ്കിന്റെ അളവ് ബിസിനസിന്റെ നേച്ചർ, സ്വഭാവത്തെയും സൈസ്, വലിപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ അവിടെ ചെറിയ റിസ്ക്കും, വലിയ ബിസിനസ് ആണെങ്കിൽ വലിയ റിസ്ക്കുമായിട്ടും ഏറ്റെടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ ബിസിനസിന്റെ നേച്ചർ, സ്വഭാവവും റിസ്കിനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. റിസ്ക് എടുക്കുന്നതിനുള്ള റിവാർഡ്, പ്രതിഫലമാണ് ലാഭം. നമ്മൾ എത്രത്തോളം റിസ്ക് ഏറ്റെടുക്കുന്നുവോ അത്രത്തോളം റിവാർഡ്, പ്രതിഫലം ബിസിനസ്സിൽ ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് നോക്കാനുള്ളത് കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ കാരണങ്ങൾ. ഫസ്റ്റ് വൺ, നാച്ചുറൽ കോസസ്, സ്വാഭാവിക കാരണങ്ങൾ. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹെവി റെയിൻ, കനത്ത മഴ, ഫാമിൻ, ക്ഷാമം, എർത്തുക്വേക്ക്, ഭൂകമ്പം, ഡ്രോട്ട്, വരൾച്ച, ഫയർ, തീപിടുത്തം, സുനാമി. ഇതൊക്കെയാണ് നാച്ചുറൽ കോസസിൽ ഉൾപ്പെടുന്നത്. ഈ നാച്ചുറൽ കോസസ് ബിസിനസ് റിസ്കിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ്, ഹ്യൂമൻ കോസസ്, മാനുഷിക കാരണങ്ങൾ. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഡിസോണസ്റ്റി ആൻഡ് കെയർലെസ്നെസ് ഓഫ് എംപ്ലോയീസ്, ജോലിക്കാരുടെ അശ്രദ്ധയും സത്യസന്ധത ഇല്ലായ്മയും, സ്ട്രൈക്ക്, സമരം, റയറ്റ്, കലാപം, തെഫ്റ്റ്, മോഷണം, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി, കാര്യക്ഷമതയില്ലാത്ത മാനേജ്മെന്റ്. നെക്സ്റ്റ്, ഇക്കണോമിക് കോസസ്, സാമ്പത്തിക കാരണങ്ങൾ. എന്തൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്, ഡിമാൻഡിലും വിലയിലുമുള്ള മാറ്റം, മാർക്കറ്റ് കണ്ടീഷൻ, വിപണി സാഹചര്യങ്ങൾ, കോമ്പറ്റീഷൻ, മത്സരങ്ങൾ, ട്രേഡ് ഡിപ്രഷൻ, വ്യാപാരമാന്യം. ഇതൊക്കെ ഇക്കണോമിക് കോസസിൽ ഉൾപ്പെടുന്നു. ഇനി അതർ കോസസ്, മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ്, രാഷ്ട്രീയ ഇടപെടലുകൾ, മെക്കാനിക്കൽ ഫെയിലിയർ, യന്ത്ര തകരാറുകൾ, ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്കിലുണ്ടാവുന്ന വ്യതിയാനങ്ങളൊക്കെ അതർ കോസസിൽ ഉൾപ്പെടുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് റിസ്ക്. റിസ്ക് രണ്ട് തരത്തിലുണ്ട്. സ്പെക്കുലേറ്റീവ് റിസ്ക് അഥവാ ഊഹാധിഷ്ഠിത നഷ്ടസാധ്യത. സെക്കൻഡ് വൺ, പ്യുവർ റിസ്ക്, ഉറച്ച നഷ്ടസാധ്യത. ആദ്യം നമുക്ക് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്താണെന്ന് നോക്കാം. ദിസ് റിസ്ക് ക്യാൻ ബ്രിങ് ഗെയിൻ ഓർ ലോസ്. ഇത്തരത്തിലുള്ള റിസ്കുകൾക്ക് ലാഭമോ നഷ്ടമോ സംഭവിക്കാം. ദേ ഹാപ്പൻ ഡ്യൂ ടു മാർക്കറ്റ് ചേഞ്ചസ് ലൈക്ക് ഡിമാൻഡ്, പ്രൈസ് ഓർ ഫാഷൻ ട്രെൻഡ്. ഇത്തരം റിസ്ക് മാർക്കറ്റ് ചേഞ്ച് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് ഡിമാൻഡിലുള്ള വ്യത്യാസം, പ്രൈസിലുള്ള വ്യത്യാസം, ഫാഷൻ ട്രെൻഡുകളിലുള്ള വ്യത്യാസം എന്നിവ കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. ഗുഡ് കണ്ടീഷൻസ് ബ്രിങ് പ്രോഫിറ്റ് ആൻഡ് ബാഡ് വൺസ് കോസ് ലോസ്. നല്ല കണ്ടീഷൻ ആണെങ്കിൽ അവിടെ നല്ല ലാഭം ഉണ്ടായിരിക്കും. മോശം കണ്ടീഷൻ ആണെങ്കിൽ അവിടെ നഷ്ടം സംഭവിച്ചേക്കാം. അടുത്തത് പ്യുവർ റിസ്ക് എന്താണെന്ന് നോക്കാം. ദിസ് റിസ്ക് ഇൻവോൾവ് ഓൺലി ലോസ് ഓർ നോ ലോസ്. ഇത്തരത്തിലുള്ള റിസ്കുകൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ നഷ്ടമില്ലായ്മയോ മാത്രമേ ഉണ്ടാവൂ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഫയർ, തെഫ്റ്റ് ഓർ സ്ട്രൈക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീപിടുത്തം, മോഷണം, സമരം എന്നിവയൊക്കെ. ഇഫ് ദേ ഹാപ്പൻ യു ലോസ്. ഇവ സംഭവിക്കുകയാണെങ്കിൽ നഷ്ടമുണ്ടാവും. ഇഫ് നോട്ട് ദർ ഇസ് നോ ലോസ്. സംഭവിക്കാത്ത പക്ഷം നഷ്ടമുണ്ടായിരിക്കില്ല. സ്റ്റാർട്ടിംഗ് ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ബേസിക് ഫാക്ടേഴ്സ്, അടിസ്ഥാന ഘടകങ്ങൾ പരിഗണിക്കണം എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ തരം തിരഞ്ഞെടുക്കുക. ഇറ്റ് മീൻസ് നാച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ടു ബി അണ്ടർടേക്കൻ. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ എത്തരത്തിലുള്ള ബിസിനസ്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കണം. അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ചെറിയ ടീ ഷോപ്പ് ആണോ, റിയൽ എസ്റ്റേറ്റ് ആണോ, ബ്യൂട്ടി സലോൺ ആണോ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലാണോ ബിസിനസ് തുടങ്ങേണ്ടതെന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കണം. Next, size of the business. ബിസിനസിന്റെ വലിപ്പം. The entrepreneur has to decide whether the business unit will be a small, medium or large size. അതായത് ബിസിനസ് തുടങ്ങുന്നയാൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കണം തന്റെ ബിസിനസ് ചെറുതാണോ, ഇടത്തരം വലിപ്പമാണോ, അതോ വലിയ ബിസിനസ് ആണോ എന്നൊക്കെ. നെക്സ്റ്റ്, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. The entrepreneur has to choose the form of ownership, that is sole proprietorship, partnership, cooperative society, joint stock company, etc. Each form has its own merits and demerits. ബിസിനസ് തുടങ്ങുന്നയാളെ എങ്ങനെയുള്ള ഓണർഷിപ്പ്, എങ്ങനെയുള്ള ഉടമസ്ഥാവകാശമുള്ള ബിസിനസ് ആണ് എന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏക ഉടമസ്ഥാവകാശം, അതായത് ഒരാൾ ബിസിനസ് ചെയ്യുന്നതോ, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്തം, രണ്ടോ അതിലധികം പേർ ചേർന്ന് ബിസിനസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയോ ആയിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരിക്കും.
Location of business, ബിസിനസിന്റെ സ്ഥാനം. Availability of raw material, labor, power, water and other various services are important factors while making a choice of location. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ ലൊക്കേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാണോ എന്നും, ലേബേഴ്സ് നല്ല തൊഴിലാളികൾ ഉണ്ടോ എന്നും, പവർ വൈദ്യുതി ഉണ്ടോ എന്നും, വാട്ടർ ജലം ലഭ്യമാണോ എന്നും കൂടി ഉറപ്പുവരുത്തണം. കാരണം ഒരു ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ അനിവാര്യമാണ്. ഫിനാൻസ്, ധനം. പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിംഗ് മസ്റ്റ് ബി ഡൺ ബിഫോർ സെലക്ടിംഗ് ഫോം ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിംഗ്, സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ കയ്യിൽ എത്രമാത്രം ക്യാഷ് ഉണ്ട്, ഇനി എത്ര ക്യാഷ് ആഡ് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്നൊക്കെയുള്ള ഒരു പ്ലാനിംഗ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഭൗതിക സൗകര്യങ്ങൾ. അവൈലബിലിറ്റി ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് ബിൽഡിംഗ്സ്, മെഷീൻസ്, സപ്പോർട്ടീവ് സർവീസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. ബിൽഡിംഗ്സ്, കെട്ടിടങ്ങൾ, മെഷീൻസ്, യന്ത്രങ്ങൾ, സപ്പോർട്ടീവ് സർവീസസ്, സഹായ സേവനങ്ങൾ തുടങ്ങിയവയൊക്കെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. Plant layout. It means the physical arrangement of machines and equipment needed to manufacture a product. ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്, യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒരു ഫിസിക്കൽ അറേഞ്ച്മെന്റ്, ഒരു ക്രമീകരണത്തെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. വർക്ക് ഫോഴ്സ്, തൊഴിൽ ശക്തി. Plan should be made on the number of employees, their competence and how they will be trained and motivated. എംപ്ലോയീസിന്റെ എണ്ണം, അവരുടെ സ്കില്ല്, അവരെങ്ങനെ ട്രെയിൻ ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ടാക്സ് പ്ലാനിംഗ്, നികുതി ആസൂത്രണം. The founder of the business has to consider in advance the tax liability under various tax laws and its impact on business. ബിസിനസ് തുടങ്ങുന്ന വ്യക്തി വിവിധ ടാക്സ് ലോക്ക് കീഴിലുള്ള ടാക്സ് ലയബിലിറ്റിയും ബിസിനസ്സിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് മുൻകൂട്ടി നോക്കേണ്ടതുണ്ട്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സിൽ നിന്ന് എത്രത്തോളം ടാക്സ് കൊടുക്കേണ്ടി വന്നേക്കാം, ടാക്സ് ഇളവുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടോ എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. Finally, launching the enterprise. സ്ഥാപനം ആരംഭിക്കുക. After consider the above factors, the businessman can go ahead with the actual launching of the enterprise. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത ശേഷം, അതായത് ബിസിനസിന്റെ ടൈപ്പ്, ഫിനാൻസ്, ലൊക്കേഷൻ, ടാക്സ് എന്നിവയൊക്കെ കൺസിഡർ ചെയ്തതിനു ശേഷം ബിസിനസ്സുകാരന് എന്റർപ്രൈസിന്റെ, സ്ഥാപനത്തിന്റെ യഥാർത്ഥ ലോഞ്ചിങ്ങുമായിട്ട് മുന്നോട്ട് പോവാം. ഇതോടുകൂടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്